കർത്താവിൻ്റെ മഹത്വം എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ വിശുദ്ധ വചനത്തെ അറിയിക്കുന്നു. നമ്മുടെ ബലമായ ദൈവത്തിന് ഘോഷിക്കാൻ, യാക്കോബിൻ്റെ ദൈവത്തിന് ആർപ്പിടാൻ ഇന്ന് പകലിലും അവിടുന്ന് നമ്മെ എല്ലാം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്, മാത്രമല്ല ജീവിപ്പിക്കുന്ന ദൈവം കൂടെയാണ്. തിരുവെഴുത്ത് പറയുന്നു, മരിച്ചവരും അവനിറങ്ങി ആരും യഹോവയെ സ്തുതിക്കാതിരിക്കുമ്പോൾ ജീവനുള്ളവരൊക്കെ യഹോവയെ സ്തുതിക്കട്ടെ. ഞാനുള്ള കാലത്തോളം എൻ്റെ ദൈവത്തിന് കീർത്തനം ചെയ്യുമെന്ന് വിളിച്ചു പറയാൻ അവിടുത്തെ ആത്മാവ് നമ്മയെല്ലാം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ദൈവത്താൽ വീര്യം പ്രവർത്തിക്കുവാൻ, അവിടുന്ന് തന്നെ നമ്മുടെ വൈരികളെ മതിച്ചു കളയുവാൻ നമുക്ക് ആത്മാവിൽ പ്രാർത്ഥിക്കാം. ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിക്കണം. വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടമെന്നാണ് പറയുന്നത്. പ്രിയ സഹോദരങ്ങളെ, പറയണോ യഹോവയുടെ നന്മ, യഹോവ ഒരുക്കി വെച്ച നന്മ അതെത്ര വലുതാണ്. 31 സംഘത്തിന് 19 വാക്യം. അതിൻ്റെ ആഴം ആർക്കും അറിയാൻ പറ്റില്ല. മനുഷ്യൻ്റെ വിധിയെഴുത്തുകളെ മാറ്റുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി ഇന്ന് പകലിലും തൻ്റെ ജനത്തിനു വേണ്ടി വെളിപ്പെടുത്തുവാൻ അവിടുത്തേക്ക് പ്രസാദമുണ്ട്. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ ഈ ദൂതേറ്റെടുക്കട്ടെ. ദൈവം ഒരുക്കി വെച്ച വിടുതലുകൾ അതിനെ തടയാൻ പറ്റില്ല. ദൈവം അനന്യൻ തന്നെ. അവിടുന്ന് പ്രവർത്തികളെ തടുക്കുന്നതാര്? പ്രിയ സഹോദരങ്ങളെ, അനന്യനായ ദൈവം, മാറ്റമില്ലാത്ത ദൈവം. അതുകൊണ്ടാണ് യോബിൻ്റെ പുസ്തകത്തിൽ പറയുന്നത്, രാജാക്കന്മാർ ബന്ധിച്ചതിനെ അഴിക്കുന്ന ഒരു ദൈവത്തെ നമ്മൾ സേവിക്കുന്നതാണ്. അധികാരങ്ങൾ ബന്ധിച്ചതിനെ, നിയമങ്ങൾ ബന്ധിച്ചതിനെ, രാജ്യങ്ങൾ ബന്ധിച്ചതിനെ കണ്ട് ഭയപ്പെടരുതേ. അയ്യോ, ഇതാരഴിക്കും, ആരിത് തുറക്കും, എങ്ങനെ ഇതിന് പരിഹാരം വരും എന്ന് ചിന്തിക്കുന്ന ചില വിഷയങ്ങൾ ഇന്നും മുൻപിലില്ലേ. പക്ഷേ രാജാക്കന്മാരാകട്ടെ, അധികാരങ്ങളാകട്ടെ, സാമ്രാജ്യങ്ങളാകട്ടെ, കുടുംബക്കാരാകട്ടെ, ആര് ബന്ധിച്ചാലും നിയമങ്ങൾ ബന്ധിച്ചതിനെയൊക്കെ അഴിക്കാൻ ഇന്ന് പകലിലും എൻ്റെ ദൈവത്തിന് കഴിയും. പൂട്ടവിടെ നിൽക്കുമ്പോൾ തന്നെ പത്രോസേ, നിന്നെ പുറത്തു കൊണ്ടുവരാൻ കഴിവുള്ള ദൈവത്തെയല്ല നീ ശ്രമിക്കുന്നത്. യെസ്, അതുകൊണ്ട് സുഖമായി താൻ ഉറങ്ങാൻ തയ്യാറായി. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. എന്തുകൊണ്ടാണ്? വാഗ്ദത്തമുള്ളവൻ ഉറങ്ങും, തോടാൻ പറ്റത്തില്ലെന്ന് പത്രോസിനറിയാം. തൻ്റെ മേൽ കിടക്കുന്ന വാഗ്ദത്തങ്ങൾ അരുളപ്പാടറിയിച്ചത് കർത്താവാണെങ്കിൽ, കർത്താവ് അറിയാതെ തലയിലെ ഒരു മുടി പോലും നിലത്ത് വീഴത്തില്ലെന്ന് ഉറപ്പാക്കാൻ എത്ര പേർക്ക് കഴിയും? പൗലോസ് കൊടുങ്കാറ്റ് ഈശാന പോലെ അതിൻ്റെ ശക്തിയോടെ ആഞ്ഞടിച്ചപ്പോഴും താൻ മുട്ടുമടക്കിയപ്പോൾ പ്രാപിച്ച വെളിപ്പാട്, എൻ്റെ ഉടയവനും ഞാൻ സേവിക്കുന്നവനുമായ എൻ്റെ കർത്താവ് എന്നോട് അരുളി ചെയ്തു എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ ധൈര്യപ്പെടുത്തുകയാണ്. മുടിയൊന്നും നിലത്ത് വീഴില്ല, കാരണം അതുപോലും എൻ്റെ തമ്പുരാൻ എണ്ണി വെച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. എന്തിനാ നാളെ ഇന്ന് നടക്കുന്ന വിഷയങ്ങളെ ഓർത്ത് നിരാശപ്പെടുന്നത്? കർത്താവ് അറിയാതെ ഒന്നും സംഭവിക്കില്ല. ആരൊക്കെ അടച്ചോട്ടെ, നിന്നെ പുറത്തു വിടത്തില്ലെന്ന് പറയട്ടെ, നീ ഒരു പരാജയമാണെന്ന് പറഞ്ഞിട്ടില്ല. കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം എനിക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രമെന്ന് പറ. ആ നെഗറ്റീവ് തോട്ട്സ് നിൻ്റെ അകത്ത് കേൾക്കരുത്, അത് കയറ്റരുത്. ഡോക്ടേഴ്സിൻ്റെ വാക്കല്ല നീ വിശ്വസിക്കേണ്ടത്, അധികാരികളുടെ വാക്കല്ല നീ കേൾക്കേണ്ടത്, അടഞ്ഞു എന്ന് ചിന്തിക്കുന്ന ശബ്ദമല്ല നിന്നെ പുറകോട്ട് കൊണ്ടുപോകേണ്ടത്. നിന്നെ കേൾപ്പിക്കുന്ന ഇതാ ഞാൻ തുറന്നിരിക്കുന്നു, മുൻപോട്ട് പോവുക എന്ന് കേൾപ്പിക്കുന്ന ശബ്ദത്തിൻ്റെ ശക്തി യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽ തൻ്റെ ജനത്തിൻ്റെ മേൽ വെളിപ്പെട്ടു വരികയാണ്. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ ഈ സന്ദേശം ഏറ്റെടുക്കട്ടെ. വളരെ സുപരിതമായൊരു വാക്യം നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇന്ന് പകൽ വീണ്ടും ഷെയർ ചെയ്യുവാൻ നിയോഗിതനാണ്. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 20-ാമത് വാക്യം.
അവൻ അവരോട്, ഞാനാകുന്നു, ഭയപ്പെടണ്ട എന്ന് പറഞ്ഞു. യേശു ശിഷ്യന്മാരോട് പറയുകയാണ്, ഞാനാകുന്നു, നിങ്ങൾ ഭയപ്പെടണ്ട. ഭയപ്പെട്ടിരിക്കുന്നവരോടല്ലേ പറഞ്ഞത് ഭയപ്പെടണ്ടെന്ന്? അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് തൻ്റെ ജനത്തെ നോക്കി സന്ദേശമറിയിക്കുന്നു, ഞാനാകുന്നു, നിങ്ങൾ ഭയപ്പെടണ്ട. കാരണം ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്കെല്ലാം അറിയാം. സന്ധ്യയായപ്പോൾ, നേരമിരുട്ടിയപ്പോൾ, സ്തോത്രം, ശിഷ്യന്മാർ കടൽപ്പുറത്തേക്ക് ഇറങ്ങി. ഒരു പടക് കയറി കടലിനക്കരെ കപർന്നഹൂമിലേക്ക് യാത്രയാകുകയാണ്. ഇരുട്ടായ ശേഷം യേശു അവരുടെ അടുത്തേക്ക് വന്നില്ല. ജീവിതത്തിൽ ചില ഇരട്ടുകൾ വരുമ്പോൾ, അയ്യോ യേശുവിനെ കാണുന്നില്ലല്ലോ, എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല, ഇവർ ഭയപ്പെട്ടു. ഒന്ന്, ഇരുട്ടായി. രണ്ട്, യേശു വന്നില്ല, ഒരു ചിന്ത. പക്ഷെ ഇരുട്ടിനെ ഭേദിച്ച് മുൻപോട്ട് പോകാൻ, ഒരു കരുത്ത് പ്രാപിക്കാൻ ഇന്ന് പകൽ ദൈവാത്മാവ് തൻ്റെ ദൂതറിയിക്കുന്നു. മഗ്ദലക്കാരത്തി മറിയൊക്കെ രാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ, യോഹന്നാൻ സുവിശേഷമൊക്കെ പരിശോധിക്കുമ്പോൾ ഇരുട്ടുള്ളപ്പോൾ, അതും സെമിത്തേരിയിലൂടെയാണ് പോകേണ്ടത്. അവിടെ വലിയ റോഡൊന്നുമില്ല. ഇന്നേക്ക് 2023 വർഷങ്ങൾക്ക് മുമ്പ് റോഡില്ല. കാടിനകത്തൂടെ ഒക്കെ പോകണം. പക്ഷേ ഇരുട്ടിനെ വെല്ലുന്ന ഒരു അഭിഷേകം, അല്ലെങ്കിൽ ഇരുട്ടിനെ ജയിക്കുന്ന ഒരു ആത്മീക ധൈര്യം നമ്മുടെ അകത്ത് വന്നാൽ ഭയം വരില്ല. പലപ്പോഴും ഭയം വരുന്നതിൻ്റെ കാരണം ഇരുട്ടാണ്, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ എന്നുള്ള ചിന്ത. പക്ഷേ ഇരുട്ടിലും ഇറങ്ങി വരാൻ കഴിവുള്ളവൻ, ഇരുട്ടിലും വെളിച്ചമുദിപ്പിക്കുന്നവൻ, ഇരുളിനെ പ്രകാശിപ്പിക്കുന്നവൻ, ഇന്ന് പകൽ ഇരുളിനെ മാറ്റാൻ കഴിവുള്ളവൻ എൻ്റെ കൂടെ ഉണ്ട്, അവിടുത്തെ സാന്നിധ്യം ഞാൻ തിരിച്ചറിയുന്നു എന്ന് നിങ്ങളുടെ അകത്ത് അങ്ങനെ ഒരു ചിന്ത വന്നാൽ നമ്മൾ സ്വതന്ത്രരാകുകയാണ്. ഇനി ശ്രദ്ധിക്കണമേ പ്രിയരെ, അടുത്ത ഭാഗം നമ്മൾ ചിന്തിക്കുകയാണ്. അവിടെ എഴുതിയിരിക്കുന്നു, കൊടുങ്കാറ്റടിക്കിയാൽ കടൽ കോപിച്ചു. കോപിക്കുന്ന ചില ശക്തികളുണ്ട്. എന്തുകൊണ്ടാ? അടിക്കുന്ന ചില കൊടുങ്കാറ്റുകൾ, ചിലതിൻ്റെ പിന്നിൽ, കോപിക്കുന്നതിൻ്റെ മുമ്പിൽ ചില തിരകൾ ഉയരുന്നതിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്ന റൂട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാറ്റാണ്. ചില കാറ്റുകൾ നിന്നെ ഭ്രമിപ്പിക്കുന്നു, നിന്റെ പടകിനെ തകർക്കാൻ നോക്കുന്നു, നിന്റെ ജീവിത പടകിനെ ഉലയ്ക്കുന്നു. ഇത് കണ്ട് ഭയപ്പെടരുത്, ഇത് കണ്ട് ഭ്രമിക്കരുത്. ശിഷ്യന്മാർ അതുകൊണ്ടാണ് ഭ്രമിച്ചു പോയത്. കോപിക്കുന്ന ശക്തമായ വെല്ലുവിളികൾ, തൻ്റെ ജനത്തിനെതിരെ പല്ലുകടിക്കുന്ന, കോപിക്കുന്ന, ഉയർന്നു നിൽക്കുന്ന, വാദിക്കുന്ന ചില ശക്തമായ വെല്ലുവിളികളെ കണ്ടിട്ട് നിങ്ങൾ നിരാശപ്പെടരുത്. ഇവിടെ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. നോക്കൂ, അവർ 4-5 നാഴിക ദൂരത്തോളം വലിച്ചഴിച്ച ശേഷം, ഇതിൻ്റെ എല്ലാം ശേഷം, പക്ഷെ അവർക്കൊന്നും സംഭവിച്ചില്ല. നോക്കൂ, ശക്തമായ കൊടുങ്കാറ്റല്ലേ അടിച്ചത്, പടകിനെ വലിച്ചിഴച്ചില്ലേ? പക്ഷേ എന്തെങ്കിലും പ്രാണന് ഹാനി വന്നോ? കാരണം നിന്നെ കാണുന്ന ഒരുവനുണ്ട്. ഇതിനു ശേഷം യേശു നടന്നു വരികയാണ്. ക്രൈസ്തവർ നോക്കൂ, അവർ വീണ്ടും ഭയത്തിൻ്റെ പാരമ്യത്തിലെത്തി നിൽക്കുകയാണ്. കടൽമേൽ നടന്ന പടകിനോട് സമീപിക്കുന്നത് കണ്ട് അവർ വീണ്ടും പേടിക്കുക. ഇവരിത് പ്രതീക്ഷിച്ചില്ല. ഒരു വ്യക്തിക്ക് അവിടെ വരാൻ പറ്റില്ല. അവർ വിചാരിച്ചു ഭൂതമാണെന്ന് വിചാരിച്ചു. നമുക്കറിയാം ചരിത്രം. പക്ഷേ നിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നീ വരത്തില്ല എന്ന് ചിന്തിക്കുന്ന ഇടത്ത്, ആർക്കും എന്നെ സഹായിക്കാൻ പറ്റത്തില്ലെന്ന് പറയുന്ന ഇടത്ത്, നിന്റെ അടുക്കലേക്ക് ഇറങ്ങി വരുന്ന ഒരുവനുണ്ട്. നിന്നെ ഭ്രമിപ്പിച്ച തിരകളെ ചവിട്ടി മെതിച്ചു കൊണ്ടുവരാൻ അധികാരമുള്ള ഒരുവനേ ഉള്ളൂ. അവൻ നസറേനായ യേശു. അവൻ കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുന്നവൻ, അതിന്മേൽ അധികാരമുള്ളവനാണ് നടന്നു വരുന്നത്. എന്നിട്ട് ഇവർ പേടിച്ചു. ഈ പകൽ ദൈവാത്മാവ് പറയുന്നു, ഭയപ്പെടരുത്. ആ ജനത്തോടാണ് നമ്മുടെ കുറിവാക്യം. അവൻ അവരോട്, ഞാൻ ആകുന്നു,
ഭയപ്പെടേണ്ട. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിന് പറയാനുള്ള സന്ദേശം അതാണ്. ഏത് പ്രതിസന്ധിയിലും ഭയപ്പെടാതെ ഉറച്ചു നിൽക്കാൻ നിങ്ങൾ തയ്യാറാകുമെങ്കിൽ ഇച്ഛിക്കുന്ന ഇടത്തേക്ക് നിങ്ങളെ എത്തിക്കാൻ കഴിവുള്ളവൻ നിങ്ങളുടെ അടുത്തേക്ക് വരിക. ആ പ്രതിസന്ധിയിലേക്ക് ഇറങ്ങി വരിക. ആ കാറ്റിൻ്റെ ശക്തി ആഞ്ഞടിക്കുമ്പോൾ അതിനെ ഭേദിക്കാൻ കഴിവുള്ളവൻ, അതിനെ തിരിച്ചുവിടാൻ കഴിവുള്ളവൻ, നിങ്ങളെ എവിടെ നിങ്ങളുടെ പടകിനെ എത്തിക്കണമോ അവിടേക്ക് എത്തിക്കാൻ കഴിയും. നടുക്കടൽ നിങ്ങൾ വീഴില്ല പ്രിയരെ. ഒരുവൻ നിങ്ങളുടെ അടുക്കലേക്ക് വന്നിട്ടില്ലേ? നിങ്ങളുടെ കരത്തിൽ പിടിച്ചിട്ടില്ലേ? ഭയപ്പെടേണ്ട എന്ന് പറയുന്ന ശബ്ദം ഇന്ന് പകൽ കേൾക്കുന്നില്ലേ? പിന്നെ എങ്ങനെയാണ് നിങ്ങൾ താണുപോകുന്നേ? നിങ്ങളെങ്ങനെയാണ് തകർന്നു പോകുന്നത്? നിങ്ങൾ സ്വയം തീരുമാനമെടുക്കരുത്. ഇന്ന് പകൽ പറ, ഈ പ്രതിസന്ധിയിൽ, ഈ നടുക്കടലായിരിക്കുന്ന വിഷയത്തിൽ, ഈ ഇരുട്ടിൻ്റെ നദിയെ എൻ്റെ കർത്താവ് എൻ്റെ അടുക്കലേക്ക് വന്നിട്ടുണ്ട്. കരത്തി പിടിച്ചിട്ട് പറഞ്ഞ, മോനെ ഭയപ്പെടണ്ട, മകളെ ഭയപ്പെടണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട് എന്ന് പറയുക മാത്രമല്ല, ഇച്ഛിക്കുന്ന ഇടത്ത് നിങ്ങളെ എത്തിക്കാൻ കഴിവുള്ള സർവശക്തനായ കർത്താവിൻ്റെ സാന്നിധ്യം യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ, തൻ്റെ ജനത്തിൻ്റെ മേൽ യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൻ്റെ ശക്തി ഇപ്പോൾ തന്നെ വ്യാപരിക്കുക. ഹല്ലേലൂയ. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുത്തെ ജനത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഒരു വലിയ ദൈവപ്രവൃത്തി യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ദ നെയിം ഓഫ് ജീസസ് വെളിപ്പെട്ട് വരട്ടെ. സൈന്യത്താലല്ല, ശക്തിയാലല്ല, അവിടുത്തെ ആത്മാവിനാൽ തന്നെ മിറക്കിളുകൾ സംഭവിക്കട്ടെ. ഇരുള് വരുമ്പോൾ, കാറ്റ് ശക്തമായി അഞ്ഞടിക്കുമ്പോൾ, അതിൻ്റെ നടുവിൽ ഒരുവൻ ഇറങ്ങി വന്നിട്ട് ഭയപ്പെടണ്ട എന്ന് പറയുന്ന ശബ്ദം ഞങ്ങളെ കേൾപ്പിക്കുക മാത്രമല്ല, ആഗ്രഹിച്ച തുറമുഖത്ത് എത്തിക്കുന്ന അവിടുത്തെ പ്രവർത്തിക്കായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ ചില കൊടുങ്കാറ്റുകൾ ശാസിക്കപ്പെടുന്നതിനായി സ്തോത്രം. ഇരുളുകളെ കർത്താവ് മാറ്റിയിരിക്കാൻ സ്തോത്രം. ഞങ്ങളുടെ പടകിനകത്ത് അങ്ങയുടെ സാമീപ്യം എന്നും ഉള്ളതിനായി സ്തോത്രം. ആത്മാവ് ഞങ്ങൾക്ക് ജയം നൽകിയിരിക്കാൻ സ്തോത്രം. സകല മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. പ്രിയ സഹോദരങ്ങളെ, ഭയപ്പെടേണ്ട, കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ധൈര്യപ്പെടുകയും ഈ വചനങ്ങളാൽ അവനെ സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബിജു മാത്യു.